മൂന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ ഭാഗമാണ് ഇനി നമ്മൾ പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റാലിറ്റീസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏജൻസികളെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. അതിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പിന്നെ ജുഡീഷ്യറി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, മറ്റൊന്ന് മീഡിയ. ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏജൻസികൾ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആഗോളതലത്തിൽ നിരവധിയായിട്ടുള്ള നിയമങ്ങളും ഉടമ്പടികളും ഉണ്ടെങ്കിലും വിവിധ തലങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം പല രാജ്യങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഫലപ്രദമായ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാ രാജ്യത്തിനും ആവശ്യമാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന സംവിധാനങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ജുഡീഷ്യറി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, മാധ്യമങ്ങൾ തുടങ്ങിയവ. നമുക്ക് ഇവ ഓരോന്നും പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ NHRC, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരം സ്ഥാപിതമായൊരു നിയമപരമായ സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. രാജ്യത്തുടനീളമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വമേധയാ അല്ലെങ്കിൽ ഒരു നിവേദനം ലഭിച്ചതിന് ശേഷം NHRC അന്വേഷിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് അന്വേഷിക്കുക എന്നുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനമാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച ഏതൊരു ആരോപണവും ഉൾപ്പെടുന്ന ഏത് ജുഡീഷ്യൽ പ്രക്രിയയിലും NHRCക്ക് ഇടപെടാൻ സാധിക്കുന്നു എന്നത് NHRCയുടെ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. തടവുകാരുടെ ജീവിത സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഏത് ജയിലും ഏതു സ്ഥാപനവും NHRCക്ക് സന്ദർശിക്കാം. അധികാരികൾക്ക് അതിൻ്റെ നിരീക്ഷണങ്ങൾ, NHRCയുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആവശ്യമായ ശുപാർശകൾ നൽകാൻ NHRCക്ക് സാധിക്കും. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ വ്യവസ്ഥകൾ അവലോകനം ചെയ്യുകയും ആവശ്യമായ നടപടികൾ, ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നതും NHRCയുടെ പ്രവർത്തന പരിധിയിൽപ്പെട്ടതാണ്. മനുഷ്യാവകാശ മേഖലയിലെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതും NHRCയുടെ പ്രവർത്തനമാണ്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മനുഷ്യാവകാശ ബോധവൽക്കരണം നടത്തുക എന്നതും NHRCയുടെ പ്രവർത്തനമാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുക എന്നതും NHRCയുടെ പ്രവർത്തനമാണ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾക്ക് മുന്നിലും NHRCയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. അതെല്ലാ വർഷവും പാർലമെൻറ്റിൻ്റെ ഇരുസഭകൾക്ക് മുന്നിലും NHRC വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കും. അത് പ്രസിഡന്റിന് കൈമാറും. ഈ പ്രവർത്തനവും NHRC നടത്തുന്നുണ്ട്. ഇത്രയുമാണ് NHRCയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് NHRCയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയാണ്. കമ്മീഷൻ ഒരു ചെയർമാനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ്. ചെയർമാൻ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. ഒരംഗം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി ആയിരിക്കണം. മറ്റൊരംഗം ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി ആയിരിക്കണം. മറ്റു 2 അംഗങ്ങൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള വ്യക്തികളായിരിക്കണം. അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺമാരും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ഉള്ളൊരു കമ്മിറ്റിയാണ്. ഇനി അംഗങ്ങളെ നിയമിക്കുന്ന സമിതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നിവരടങ്ങുന്ന ഒരു ഉന്നതാധികാര സമിതിയുടെ ശുപാർശകൾ പ്രകാരമാണ് കമ്മീഷൻ്റെ അധ്യക്ഷനെയും അംഗങ്ങളെയും രാഷ്ട്രപതി നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഈ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെ
കാലാവധി എന്ന് പറയുന്നത് ചെയർമാനും അംഗങ്ങളും 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ് ആ പദവിയിൽ തുടരുന്നത്. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചാണ് അവരുടെ കാലാവധി ഉള്ളത്. കമ്മീഷൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. കൂടാതെ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലും ഓഫീസുകൾ സ്ഥാപിക്കാനും കമ്മീഷന് സാധിക്കും. സ്വന്തം നടപടിക്രമങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. കമ്മീഷൻ ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നടപടികൾക്ക് ജുഡീഷ്യൽ സ്വഭാവമുണ്ട്. കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ അതിൽ കീഴിലുള്ള മറ്റേതെങ്കിലും അതോറിറ്റിയിൽ നിന്നോ വിവരങ്ങളോ റിപ്പോർട്ടുകളോ ആവശ്യപ്പെടാൻ ഏത് സമയത്തും സാധിക്കും. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായകമായ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ സ്ഥാപിച്ചത് മുതൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരിഹാര നടപടികൾക്ക് ശുപാർശ ചെയ്യുകയും ഇന്ത്യയിലെ മനുഷ്യാവകാശ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിന് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടതും ദുർബലവുമായ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവകാശ കമ്മീഷൻ്റെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിഷ്പക്ഷമായ പ്രവർത്തനങ്ങളും മനുഷ്യാവകാശങ്ങളോടുള്ള പ്രതിബദ്ധതയും ഇന്ത്യയുടെ മനുഷ്യാവകാശ ചട്ടക്കൂടിലെ ഒരു സുപ്രധാന സ്ഥാപനമെന്ന നിലയിൽ അതിൻ്റെ തുടർച്ചയായ വിജയത്തിന് അത്യന്തോപേക്ഷിതമാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ തടയുന്നതിന് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സാധിക്കേണ്ടതുണ്ട്. ഏതായാലും മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വളരെ ശക്തമായൊരു സംവിധാനമായിട്ടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലനിൽക്കുന്നത്.